ഇതിപ്പം ആശീർവദിക്കുന്ന തിരുമേനിക്കും സമാധാനമില്ല, പ്രതിവാക്യം പറയുന്ന ജനത്തിന് സമാധാനമില്ല, സഭയിലും സമാധാനമില്ല. പിന്നെയും പറയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അത് ആത്മവഞ്ചനയല്ലേ? നിങ്ങൾ മെത്രാന്മാരാകുമ്പോൾ പാവം ക്ലീമീസ് തിരുമേനി നിങ്ങളെ നോക്കി കണ്ണിറുക്കി കാണിക്കോ, പുഞ്ചിരിക്കോ, അതോ കണ്ണുനീര് വാർക്കോ, എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഏതായാലും ക്ലീമീസ് തിരുമേനിയുടെ ചങ്കത്ത് കടാരി കുത്തി ഇറക്കുന്ന പരിപാടിയാണ് നിങ്ങൾ 4 പേരും കൂടെ ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ 4 മെത്രാന്മാർക്ക് തമ്മിൽ യോജിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഐക്യപ്പെടുവാനും ക്ഷമ പറയുവാനും ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ ദിവസങ്ങൾ കഴിയുന്നില്ലെങ്കിൽ ഷെയിം ഓൺ യു. നിങ്ങൾ മെത്രാന്മാരാന്ന് പറഞ്ഞിരുന്നിട്ട് ഒരർത്ഥമില്ല. നിങ്ങൾ എവിടുത്തെ മെത്രാനാണ്? നിങ്ങൾ എന്ത് മെത്രാനാണ്? സമാധാനം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഐക്യപ്പെടാൻ അറിയത്തില്ല, ക്ഷമിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കാല് കഴുകിയ ദിവസം വിശുദ്ധ ഭാരതി വരികയാണ്, മോണ്ടി തേസ്റ്റേ. അന്ന് നിങ്ങൾ ഷോ ഓഫ് കാണിക്കും, മനസ്സിലായോ? സേവോറിയസ് തിരുമേനി പാത്രമായിട്ട് ഇറങ്ങും കാല് കഴുകാൻ. അന്ന് വേറെ അറിയാം, അന്ന് വേറൊരു സ്പെഷ്യൽ ലൈവ് ചെയ്യുന്നുണ്ട്. ഗ്രിഗോറിയസ് തിരുമേനി കഴിയണ്ട, നാടകം നടത്താനല്ല. കർത്താവ് കാല് കഴുകിയെങ്കിൽ നിനക്കൊക്കെ നാണമില്ല എന്ന് നാട്ടുകാർ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അതുപോലെ തന്നെയാണ് മറ്റു തിരുമേനിമാർ. നിങ്ങളൊക്കെ വഹിക്കുന്ന കുരിശും ഇരിക്കുന്ന പദവിയും അതിന് യോഗ്യമാവണ്ണം നിങ്ങളുടെ വിശ്വാസികൾ നിങ്ങളാണ് നല്ലവണ്ണം നടത്തുക. അതിനൊപ്പിച്ച് എരുതിയിൽ എണ്ണ ഒഴിക്കുക, എരിവ് കയറ്റിയ 2 സൈഡിലും കൂട്ടിപ്പിടിപ്പിക്കാൻ ചെയ്യുന്ന കുറെ അവന്മാരുണ്ട്. അവരെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന അംശവടി എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊക്കി പിടിക്കാൻ മാത്രമല്ല, ഇങ്ങനെ വരുന്നവന്മാരെ തലക്കെട്ട് ഓരോന്ന് കൊടുക്കാനും കൂടി. അങ്ങനെ കൊടുത്ത പിതാക്കന്മാരുണ്ട്, ആ ചരിത്രം വേണം ഞാൻ പറയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അംശവടി നല്ലവരൊന്ന് മുറുക്കിയിട്ട് ഇന്ന് വരുന്നവന്മാർക്ക് ഓരോ അടിയും കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് സഭയെ നയിക്കണം, ഒരുമിച്ച് സമുദായത്തെ നയിക്കണം, ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരുമാതിരി ഓഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എന്റെ പേര് ഞാൻ അവിടെ എല്ലാം ചാരന്മാരിപ്പുണ്ട്, ആ ക്ലിപ്പെല്ലാം എനിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ക്രാനാക്കാരെന്ന് ഒതുങ്ങിക്കോ. ഈ ശുഭപീഡിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം വേറെ, എന്റെ പുറകെ ഒരുത്തരും വരണ്ട. മര്യാദക്ക് പറഞ്ഞിരിക്കുക. ക്രാനായ ഗ്രൂപ്പുകൾ മേലാൽ എന്റെ പേര് പറയാൻ പറ്റില്ല, മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്കാം. അപ്പൊ ഒറ്റയ്ക്കാണോ നടക്കുന്നത്? അപ്പോ ശലോമോൻ വരുന്നു. ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണ്. ശലോമോന്റെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. കൂട്ടം തെറ്റിയ പക്ഷി സ്വേച്ഛ അന്വേഷിക്കുന്നു. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആ സ്വേച്ഛ അന്വേഷിക്കുന്ന കൂട്ടം തെറ്റിയ ഒരു പക്ഷിയായി മാറാതെ കൂട്ടം ചേർന്ന് നിൽക്കുവാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട്? സേവോറിയസ് തിരുമേനി കുർബാന ചൊല്ലുമ്പോൾ നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങേക്ക് സമാധാനം വേണ്ടേ? അപ്പൊ താഴെ ജനം പറയും അങ്ങേക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇതാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യം. ഇതിപ്പം ആശീർവദിക്കുന്ന തിരുമേനിക്കും സമാധാനമില്ല, പ്രതിവാക്യം പറയുന്ന ജനത്തിനും സമാധാനമില്ല, സഭയിലും സമാധാനമില്ല. പിന്നെയും പറയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അത് ആത്മവഞ്ചനയല്ലേ? അപ്പൊ വിശുദ്ധ കുർബാന ആത്മവഞ്ചനയുടെ ബലിവേദിയായി മാറുകയല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ക്നാനായ സമുദായത്തിലെ മറ്റ് 3 സഹായ മെത്രാന്മാര് ആണോ നിസ്സഹായ മെത്രാന്മാരാണോ എന്നറിയത്തില്ല. അവരും ക്രിസ്ത്യാനിത്വത്തിനടുത്ത വിധത്തിൽ ഉയരേണ്ടിയിരിക്കുന്നു. അവരും ഒരു കൊതിക്കറിവ് പറഞ്ഞ പോലെ ഈ പിള്ളേർ നെല്ലിക്ക കിട്ടാത്തതിന് പിണങ്ങി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു കൺവെൻഷൻ തിരുമേനി വന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്നു. അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്ത്യാനിറ്റിക്ക് അടുത്ത വിധത്തിൽ, കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണെങ്കിലും നിങ്ങളെ കേരളത്തിന്റെ പൊതുസമൂഹം പലരും ട്രോളുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഉള്ളിലുള്ള ബഹുമാനം കൊണ്ടും അല്പമായ അസൂയ കൊണ്ടുമാണ്. ക്നാനക്കാരെ ശുദ്ധരക്തക്കാരെന്നും ചാരം കിട്ടിയെന്നും ഇങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കുന്നു. പലരും കളിയാക്കുന്നവന്റെ ഉള്ളിൽ നിങ്ങളോടൊരു അസൂയ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു മൈനോറിറ്റി ഗ്രൂപ്പാണ്. നിങ്ങളുടെ ഈ നാണം കെട്ട അടി ബഹളം നിർത്തുക. അതുകൊണ്ട് അതിപ്പോ ഗ്രിഗോറിയസ് തിരുമേനി ആയാലും സിൽവാനിയസ് തിരുമേനി ആയാലും സേവോറിയസ് തിരുമേനി ആയാലും നമ്മുടെ കാലം ചെയ്ത പൗലോസ് തിരുമേനി പറഞ്ഞല്ലോ ഓസ് എന്ന് പറഞ്ഞ പേരുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവന്റെയൊക്കെ ഈ ഓസ് എന്ന് പറഞ്ഞ എന്താണ്? എല്ലാ ഓസിൽ കിട്ടുന്നതെന്നാണ് പാവം പൗലോസ് തിരുമേനി ഓർത്ത്. തിരുമേനി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കടയിൽ പോയി നോട്ട് ബുക്ക് പോലും മേടിക്കണ്ട, എല്ലാം ഓസിൽ കിട്ടും എന്നാണ് ആ പാവപ്പെട്ട പൗലോസ് തിരുമേനി കാലം ചെയ്യുന്നവരെ അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം പിടികിട്ടിയില്ല. മിലിത്തിയോസ് എന്നാണ് എനിക്ക് പേര് കിട്ടി. എന്താണ് എനിക്കറിയത്തില്ലെന്ന് അദ്ദേഹം വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ കളിയാക്കുന്നല്ല. ഇപ്പൊ ഇതുപോലെ നിങ്ങൾ കുറെ ഓസുമാര് ഇരുന്ന് ഇങ്ങനെ ഓസിന് നടക്കാതെ ക്രിസ്ത്യാനിറ്റിക്ക് അടുത്ത വിധത്തിൽ ഇതെല്ലാം ഒരു വംശനാശത്തിന്റെ ഭീഷണിയിലാണ്. ചിങ്ങവനത്തും 3 പ്രോപ്പർട്ടി വലിയ മസ്ജിദ് കെട്ടാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഭാവിയിൽ നിങ്ങളെല്ലാം തന്നെ ഇസ്ലാം വൽക്കരിക്കപ്പെട്ട് പോകുന്ന വലിയൊരു കാറ്റാണ് കേരളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. ഈ ഭിന്നത നിങ്ങളെ നശിപ്പിച്ചു കളയും, ക്നാനായ കമ്മ്യൂണിറ്റിയെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് മെത്രാനായിട്ട് സ്ഥാനം വെക്കുന്നു. അത് സേവോറിയസ് ആയാലും, ഞാൻ പറഞ്ഞല്ലോ ഗ്രിഗോറിയസ് ആയാലും, അത് ഇനി സിൽവാനിയോസ് ആയാലും, ഏത് മെത്രാച്ചനായാലും ഈ സമുദായത്തെ സംരക്ഷിക്കും, പരിപുഷ്ടിപ്പെടുത്തും, ഇതിനെ വളർത്തും എന്നൊക്കെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ മെത്രാന്മാരാകുമ്പോ പാവം ക്ലീമീസ് തിരുമേനി നിങ്ങളെ നോക്കി കണ്ണിറുക്കി കാണിക്കോ, പുഞ്ചിരിക്കോ, അതോ കണ്ണുനീര് വാർക്കോ, എന്താ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ക്ലീമീസ് തിരുമേനിയുടെ ചങ്കത്ത് കടാരി കുത്തി ഇറക്കുന്ന പരിപാടിയാണ് നിങ്ങൾ 4 പേരും കൂടെ ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ 4 മെത്രാന്മാർക്ക് തമ്മിൽ യോജിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഐക്യപ്പെടുവാനും ക്ഷമ പറയുവാനും ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ ദിവസങ്ങളിൽ കഴിയുന്നില്ലെങ്കിൽ ഷെയിം ഓൺ യു. നിങ്ങൾ മെത്രാന്മാരാന്ന് പറഞ്ഞിരുന്നിട്ട് ഒരർത്ഥവും ഇല്ല. മനസ്സിലായ? ക്നാനായ സമുദായത്തിലെ സാധാരണക്കാർ ഇവര് 4 പേരെയും ബഹിഷ്കരിക്കണം.
വാട്ട് കൈൻഡ് ഓഫ് മെത്രാൻസ് യു ആർ. ചോദിക്കണം. സിൽവാനസിന്റെ കൂടെയുള്ള ആളുകൾ സിൽവാനസ് തിരുമേനോട് ചോദിക്കണം. ഗ്രീഗോറിയസ് തിരുമേനോട് കൂടെ നിൽക്കുന്നവർ ഗ്രീഗോറിയസ് തിരുമേനോട് ചോദിക്കണം. ഈ സേവോറിയസ് തിരുമേനോട് കൂടെ നിൽക്കുന്നവർ സേവോറിയസ് തിരുമേനോട് ചോദിക്കണം. നിങ്ങൾ എവിടുത്തെ മെത്രാനാണ്? നിങ്ങൾ എന്ത് മെത്രാനാണ്? സമാധാനം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഐക്യപ്പെടാൻ അറിയത്തില്ല, ക്ഷമിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കാല് കഴുകിയ ദിവസം വിശുദ്ധ ഭാരതി വരികയാണ്, മോണ്ടി തേഴ്സ്ഡേ. അന്ന് നിങ്ങൾ ഷോ ഓഫ് കാണിക്കും. മനസ്സിലായോ? സേവോറിയസ് തിരുമേനി പാത്രമായിട്ട് ഇറങ്ങും കാല് കഴുകാൻ. അന്ന് വിവരം അറിയാം. അന്ന് വേറൊരു സ്പെഷ്യൽ ലൈവ് ചെയ്യുന്നുണ്ട്. ഗ്രീഗോറിയസ് തിരുമേനിയും കഴിയണ്ട. നാടകം നടത്താനല്ല, കർത്താവ് കാല് കഴുകിയെങ്കിൽ നിനക്കൊക്കെ നാണമില്ല എന്ന് നാട്ടുകാർ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നാട്ടുകാർ ചോദിക്കാന്ന് പറയാൻ പറ്റും. സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, പഴയ കാലമല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഞാൻ കണ്ട കാര്യം പ്രതികരിക്കുകയാണ്. ഇത്രയും ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ 4 കടാകടിയന്മാരായ മെത്രാന്മാരുണ്ടായിട്ട് ആ സമുദായത്തെ ഒരുമിച്ച് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് മെത്രാന്മാരായത്? അപ്പോ നമ്മുടെ കാലം ചെയ്ത പാത്രീർക്കീസ് സാഖാ പ്രഥമ ബാവ പറഞ്ഞ പോലെ ഞാൻ മരുഭൂമിയിലേക്ക് പോയേക്കാം. അദ്ദേഹം പറഞ്ഞു സമാധാനമില്ലെങ്കിൽ, ഐക്യമില്ലെങ്കിൽ, താഴ്മയില്ലെങ്കിൽ, അപ്പൊ ഈ ചെറിയ കമ്മ്യൂണിറ്റി ഒരുമിപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സേവോറിയസ് തിരുമേനി മാത്രമല്ല കുറ്റം പറഞ്ഞത്, സെയിം കുറ്റം തന്നെ ഗ്രീഗോറിയസ് തിരുമേനിക്കും 3-4 മെത്രാന്മാരും ഒരുപോലെ ഒരേ സെയിം ഡിഗ്രി കൾപ്രിറ്റ്സ് ആണ്. നിങ്ങൾ ഒരുമിച്ച് മെത്രാന്മാർ ഒരുമിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യേ. അൽമാരൊക്കെ മാറി നിൽക്കട്ടെ. സെക്രട്ടറി, ട്രഷറർ, വക്കീല് ഇവനെല്ലാം ഒരു 100 മീറ്റർ അപ്പുറത്ത് നിർത്തി നിങ്ങൾ ഒരുമിച്ചിരിക്കെ, പ്രാർത്ഥിക്ക്. ക്രിസ്തു കാല് കഴിയുന്നതുപോലെ പരസ്പരം കാല് കഴുകുക, പരസ്പരം പ്രാർത്ഥിക്ക്, കെട്ടിപ്പിടിക്കുക, ആശ്ലേഷിക്ക്. നമ്മുടെ മക്കളുടെ മക്കളും തലമുറയും അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാമെന്ന് പറ. ഈ 4 മെത്രാന്മാർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റത്തില്ല. 4 പേര്, നിങ്ങൾ 4 പേരും കുപ്പായി ഊരണം. കാരണം നിങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ധരിച്ചിരിക്കുന്നതാണ്. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഈഗോയാണ്. ആ ഈഗോയെ കുരിശിക്കണം. അതാണ് ക്രൂശിനെ നമ്മൾ വെക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ ഐ എന്ന് എഴുതണം. ഐ എന്ന് പറയുന്നതാണ് ഞാൻ. ഈ ഞാനെന്ന് എഴുതിയാൽ നിങ്ങൾ വെട്ട്, അപ്പോഴേ കുരിശുണ്ടാകത്തുള്ളൂ. കുരിശെന്ന് പറഞ്ഞാൽ അത് നെഞ്ചത്ത് വെക്കുന്ന എന്തിനാ? ഞാൻ എന്ന ഭാവത്തെ നിഹനിച്ചിരിക്കുന്നു. അഹത്തെ നിഹനിച്ചവനാണ് ഞാൻ. സ്വാർത്ഥത, അഹങ്കാരം, മൂഢത, ഞാൻ എന്ന ഭാവം, ഇതിനെ മുഴുവൻ വെട്ടിയെന്നാണ് ഈ മെത്രാൻ നെഞ്ചത്ത് കുരിശു വെക്കുന്നതിന്റെ അർത്ഥം. അച്ഛന്മാര് കുരിശു തൂക്കത്തില്ല. കാരണം അച്ഛന്മാർക്ക് ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, അയലക്കംകാരുണ്ട്, മത്തിക്കാരന്റെ അടുത്ത് കടം പറഞ്ഞിട്ടുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് കുരിശു തൂക്കാത്തത്. ഓർപ്പിക്കോപ്പ തൂക്കുന്നുണ്ട്, എന്തിനാന്ന് എനിക്കറിയത്തില്ല. അപ്പൊ മെത്രാച്ചൻ ഈ കുരിശു തൂക്കുന്നതിന്റെ അർത്ഥം ഞാൻ എന്ന സംഗതിയെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? സ്ലീബ പിടിച്ചോണ്ട് മെത്രാൻ പോകുന്നുണ്ടോ? അച്ഛൻ സ്ലീബ പിടിച്ചോണ്ട് പോകത്തില്ല. കാരണം അച്ഛന്മാര് പല കാര്യത്തിലുണ്ട്. അപ്പൊ അച്ഛന്മാര് പോട്ടെ. മെത്രാന്മാര് ഞാൻ എന്ന ഭാവത്തെ കംപ്ലീറ്റ് വെട്ടിയവരാണ്. അയ്യെ കംപ്ലീറ്റ് വെട്ടിയവരാണ്, കംപ്ലീറ്റ് നിഗണിച്ചവരാണ്. അത് ഗ്രീഗോറിയസ് തിരുമേനി നിഗണിച്ചില്ലേ? സേവോറിയസ് തിരുമേനി നിഗണിച്ചില്ലേ? അപ്പൊ നിഗണിച്ച നിങ്ങൾ 4 പേരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച്, അല്ലാതെ കോടതിയിലും വക്കീലിലും നിങ്ങൾക്ക് നാണമില്ലേ? കോടതിയും വക്കീലും 114 കൊല്ലം കോടതി പോയിട്ട് യാക്കോയക്കാരുടെ ഓർത്തഡോക്സുകാരുടെ പ്രശ്നം തീർന്നോ? എന്നിട്ട് ക്നാനായക്കാരും അതേ വഴി പോവാ. നിങ്ങൾക്ക് ഒരിക്കലും ശാശ്വത സമാധാനം ഉണ്ടാകുകയില്ലെന്നല്ല, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോവും, നിങ്ങൾ ഇല്ലാണ്ടായി പോവും. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് ഈ നോമ്പ് കാലത്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കുക, ആബുവിനെ എങ്ങനെ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥനയിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഈ ദൈവമാതാവ് വിശ്വാസം ഉണ്ടോ? പ്രാർത്ഥന വിശ്വാസം ഉണ്ടോ? അതുപോലെ ഈ ആമപ്രാർത്ഥനയൊക്കെ എത്തിക്കുന്നുണ്ടോ? അറിയത്തില്ല. കാരണം പല പല തിരക്കുകളല്ലേ. അപ്പൊ നിങ്ങൾ ഈ നോമ്പ് കാലത്ത് യാമപ്രാർത്ഥനകളെല്ലാം, നോമ്പിന്റെ നമസ്കാരമൊക്കെ ഒന്ന് ചൊല്ലി നിങ്ങൾ 4 പേരോട് ഒന്ന് ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിച്ച തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. നിങ്ങൾ 4 പേരോട് ഒരുമിച്ച് എന്ത് പറഞ്ഞാലും പാത്രിക്കീസോ ആമേൻ ഒന്നും തിരിച്ചു പറയത്തില്ല. ഞങ്ങളുടെ പ്രശ്നം തീർന്നു, ഞങ്ങൾ ഒന്നാ എന്ന് പറഞ്ഞാൽ പാത്രിക്കീസോ നല്ലപോലെ വരട്ടെ എന്ന് പറയും. നിങ്ങൾ അങ്ങനെ പ്രശ്നം തീർക്ക്. പാത്രിക്കീസോയെ കടലിനപ്പുറത്ത് നിർത്ത്. അദ്ദേഹത്തെ എന്തിനാ ഇതിനകത്ത് കടപെടുത്തുന്നേ? നിങ്ങൾ അവിടെ ചെന്ന് വിളിച്ചോണ്ട് വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. മലങ്കര നിങ്ങളുടെ ക്നാനായ സമുദായം ഒന്നായിട്ട് നിന്നാൽ പാത്രിക്കീസോ അക്കരെ നിൽക്കും. അദ്ദേഹം അക്കരെ നിന്നാൽ മതി എന്നുള്ള എന്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹത്തെ അപമാനിക്കുന്നതും ആക്ഷേപിക്കുന്നതും ആർക്കും നല്ലതല്ല, ഭൂഷണമല്ല, അത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും പാത്രിക്കീസോ, അത് യാക്കോബായക്കാരുടെ വിഷയത്തിലും ഓർത്തഡോക്സുകാരുടെ വിഷയത്തിലും ഒക്കെ അത് ഒരുമിച്ച് നിൽക്കുക, മലങ്കര സഭ ഒരുമിച്ച് നിൽക്കുക, ഐക്യം ഉണ്ടാക്കുക, സമാധാനം ഉണ്ടാക്കുക, ആത്മീകമായ അനുഗ്രഹം മാത്രം ആ സിംഹാസനത്തിൽ നിന്ന് വരട്ടെ. അതാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ശ്ലൈഹികമായ ഒരു ഒഴുക്ക് നമുക്കുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് സേവോറിയസ് തിരുമേനിയുടെ ഈ പ്രസംഗത്തിൽ കാണുന്ന ആ ഭാഷയിൽ കാണുന്ന, ശരീരഭാഷയിൽ കാണുന്ന ആ താഴ്മയും ആ എളിമയും ഒക്കെ യഥാർത്ഥമാണെങ്കിൽ തിരുമേനി മുൻകൈ എടുക്കണം. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. ഞാൻ ഈ തിരുമേനിയെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എനിക്ക് വലിയ മതിപ്പുണ്ടായിട്ടുണ്ട് സേവോറിയസ് തിരുമേനിയെ. അപ്പോ ആ സേവോറിയസ് തിരുമേനി
ഒരു കപടനല്ല, ഒരു ആത്മവഞ്ചകനല്ല, ഹിപ്പോക്രാറ്റ് അല്ല എന്ന് തെളിയിക്കുക. അതുപോലെ തന്നെയാണ് മറ്റു തിരുമേനിമാർ. നിങ്ങളൊക്കെ വഹിക്കുന്ന കുരിശും ഇരിക്കുന്ന പദവിയും അതിന് യോഗ്യമാവണ്ണം നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങളാണ് നല്ലവണ്ണം നടത്തുക. അതിനൊപ്പിച്ച് എരുതിയിൽ എണ്ണ ഒഴിക്കുക, എരിവ് കയറ്റുകയും രണ്ട് സൈഡിലും കൂട്ടിപ്പിടിപ്പിക്കുകയും ചെയ്യുന്ന കുറെ അവന്മാരുണ്ട്. അവരെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന അംശവടി എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊക്കി പിടിക്കാൻ മാത്രമല്ല, ഇങ്ങനെ വരുന്നവന്മാരുടെ തലക്കെട്ട് ഓരോന്ന് കൊടുക്കാനും കൂടി. അങ്ങനെ കൊടുത്ത പിതാക്കന്മാരുണ്ട്, ആ ചരിത്രം വേണം ഞാൻ പറയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അംശവടി നല്ലപോലെ ഒന്ന് മുറുക്കിയിട്ട് ഇന്ന് വരുന്നവന്മാർക്കിട്ട് ഓരോ അടിയും കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് സഭയെ നയിക്കണം, ഒരുമിച്ച് സമുദായത്തെ നയിക്കണം, ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരുമാതിരി ഓഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എന്റെ പേര് ഞാൻ അവിടെ എല്ലാം ചാരന്മാരിരിപ്പുണ്ട്. ആ ക്ലിപ്പെല്ലാം എനിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ക്നാനാക്കാരെന്ന് ഒതുങ്ങിക്കോ. ഈ ശുഭപീഡിയക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം വേറെയാ, എന്റെ പുറകെ ഒരുത്തരും വരണ്ട. അത് മര്യാദയ്ക്ക് പറഞ്ഞിരിക്കുക. ക്നാനായ ഗ്രൂപ്പുകളിൽ മേലാൽ എന്റെ പേര് പറയാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്കാം. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഈ നോമ്പിൽ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നല്ലതായിരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾ